നമ്മൾ കഴിഞ്ഞു. കോട്ടയം 19,448 വോട്ടുകൾക്ക് വ്യക്തമായ ലീഡിൽ ജോസ് കെ മാണി. അതെ, ആന്റണി രാജുവിന്റെ ഞങ്ങളുടെ പാർട്ടി. ജോസ് കെ മാണിയെ വിട്ടോ, ഒഴിവാക്കാവോ? മലപ്പുറത്തിന്റെ കൂടെ ജോസ് കെ മാണിയെ ജയിച്ചു. പി കരുണാകരനെ കൂട്ടാവോ? അതുപോലെ കെ വി തോമസിനെ കൂട്ടാവോ? 20,000 കൂട്ടാവോ? ആയിട്ടില്ല. മലപ്പുറം കൂട്ടാമെന്ന് എം വി ജുമാർ പറഞ്ഞിരിക്കുന്നു. ഈ വാരണാസിയിൽ മോഡി വിജയിച്ചിരിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസ് കാണുക. വാരണാസിയിൽ മോഡി വിജയിച്ചിരിക്കുന്നു. എത്ര വോട്ടിന്? വളരെ എന്തിനാ വോട്ട് നോക്കണത്? പ്രശ്നിക്കേണ്ട കാര്യമില്ല, പറയൂ. സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ, ഞാൻ വളരെ നിഷ്പക്ഷവും ഡിസ്പാഷനേറ്റ് ആയിട്ടാണ് ഈ പരിപാടി. ബിജെപിയുടെ വിജയം ലക്ഷത്തിലധികം വോട്ടിന്റെ എത്ര വോട്ടുകൾക്കാണ് മോഡി വിജയിച്ചത്? 1,00,000 മുകളില്. 1,00,000 മുകളിൽ അത്രേ ഉള്ളൂ. 3 ലക്ഷം വോട്ടാണുള്ള ഭൂരിപക്ഷമാണ് ബി.ജെ.പി പ്രതീക്ഷിച്ചിരുന്നത്. വന്നു ബി.ജെ.പിയുടെ ചില അനുഭാവികൾ ഞാനുമായിട്ട് പന്തയം വെച്ചിരുന്നു. ത്രികോണ മത്സരം വന്നു. അപ്പൊ മോഡി തോൽക്കുമ്പോൾ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ കേജ്രിവാൾ പറഞ്ഞ AP ലീഡർ പറഞ്ഞ എന്താ, ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തിലാണ് ബി.ജെ.പി ജയിച്ചത് അവിടെ. അപ്പോ ത്രികോണ മത്സരം വന്നപ്പോൾ അതിൻ്റെതായ വോട്ടിംഗ് ഡിവിഷൻ ഉണ്ടാവും. എന്തായാലും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ലീഡ് നിലനിർത്തുന്നു. കേവലം വളരെ ചെറിയൊരു ലീഡ് മാത്രം, 321 വോട്ടിന്റെ ലീഡാണ് UDF ഇപ്പോൾ ഇടുക്കിയിലുള്ളത്. മാവേലിക്കരയിലും അതേ അവസ്ഥ. LDF ചെങ്ങറ സുരേന്ദ്രൻ 136 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഈ 2 മണ്ഡലങ്ങളാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നത്. മറ്റുള്ള ഇടങ്ങളിൽ ലീഡ് നിലനിർത്തി പോകാൻ സുധാകരന്റെ ഭൂരിപക്ഷം 1066 വീണു. വളരെ പ്രധാനപ്പെട്ട സൂചകം. ഈ നിമിഷം എം വി ജുമാറിന്റെ മുഖത്തെ മ്ലാനത മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചകമാണ് കണ്ണൂർ മണ്ഡലം. ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സ്ഥലം. ബ്രിട്ടാസ് 50% വോട്ടുകൾ എണ്ണി തീരുന്നൊരു ഘട്ടം എത്തുമ്പോൾ സുധാകരന്റെ ലീഡ് 4000-ൽ പരം ലീഡിൽ നിന്നും നേരെ 956 മാറുകയാണ്. നേരെ ഇടിഞ്ഞ് മാറുന്നു. കെ സുധാകരന്റെ ലീഡ് വീണ്ടും കുറയുന്നു. 826 എത്തുന്നു. ഇത്ര വലിയ മാറ്റം മലബാർ മേഖലയിൽ കണ്ണൂരിൽ മാത്രമാണ്. ജോയ്സ് കയറിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജോയ്സ് 239 വോട്ടിന്റെ ലീഡ് ഇടുക്കിയിൽ. ചെങ്ങറയുടെ ലീഡ് 127 നിൽക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത, ഒ രാജഗോപാലിന്റെ ലീഡ് 10,149 തിരുവനന്തപുരത്ത്. രാജഗോപാലിന്റെ ലീഡ് 10,000 കവിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം മണ്ഡലത്തില്. വാരണാസിയിൽ കേജ്രിവാൾ 2ാം സ്ഥാനത്ത്. ചെറിയ ഫിലിപ്പ് ഇവിടെ ഇരിക്കോ? ചെറിയ ഫിലിപ്പ് ഇവിടെ ഇരിക്കും. രാജഗോപാൽ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ? ആന്റണി രാജു 34% വോട്ടെണ്ണിയപ്പോൾ തുറക്കുമല്ലോ. ആന്റണി രാജു തുറക്കുമോ? സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത് UDF ആണ്. ഈ UDF ശരചന്ദ്ര പ്രസാദ് ഇനി ഭൂരിപക്ഷ വോട്ട് 274 വോട്ടുകൾ മാത്രമായി കെ സുധാകരൻ ലീഡ് കുറഞ്ഞിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ആരുടെ? കൊടിക്കുന്നിലെ ഭൂരിപക്ഷം 50 കുറഞ്ഞിരിക്കുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷൻ 50 വോട്ടിന്റെ മാത്രം ലീഡ്. ജോയ്സ് ജോർജിന്റെ ലീഡ് 288 വോട്ടിന്റെ ലീഡ്. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ലീഡ് ഈ ഘട്ടം 3544. 10,518 വോട്ടിന്റെ ലീഡ് ഒ രാജഗോപാലിന് തിരുവനന്തപുരത്ത്. ഇന്നസെന്റിന്റെ ലീഡ് 3,263. ലീഡ് നിലനിർത്തി തന്നെ പോകുന്നു. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞ പോലെ തർക്കങ്ങളില്ലാത്ത വിധം വ്യക്തമായ ലീഡ് സമ്പത്ത് തുടരുകയാണ്. 16,523 വോട്ടിന്റെ ലീഡ് സമ്പത്തിന് ആറ്റിങ്ങലിൽ LDF-ന്. പ്രേമചന്ദ്രന്റെ ലീഡ് 18,584 എത്തിയിരിക്കുന്നു. കോഴിക്കോട് രാഘവന്റെ ലീഡ് വർദ്ധിച്ചു. 9,548 MK രാഘവൻ UDF-ന്റെ ലീഡ് വർദ്ധിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഷാനവാസിന്റെ ലീഡ് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 2,086. നല്ല പോരാട്ടം നടക്കുന്നതിന്റെ സൂചന വയനാട് നൽകുന്നു. UDF-ന്റെ ഏറ്റവും ഉറച്ച മണ്ഡലത്തിൽ രഞ്ജി പണിക്കർ പറഞ്ഞില്ല, 1ാം നമ്പർ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലത്തിൽ MI ഷാനവാസ് ഇപ്പോൾ കേവലം അത് റിഫ്ലക്ട് ചെയ്യുന്നു. 27% വോട്ട് മാത്രം. ചില രാഷ്ട്രീയ സൂചകങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി ഇരട്ട വിജയം കൊയ്തിരിക്കുന്നു. വഡോദരയും വാരണാസിയിലും. അതുപോലെ തന്നെ NDA 272 എന്നുള്ള മാജിക് നമ്പർ ക്രോസ് ചെയ്യുന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധി പിന്നിൽ. വാരണാസിയിൽ കേജ്രിവാൾ 2ാം സ്ഥാനത്ത്. മോഡിയുടെ വിജയത്തെ മുൻനിർത്തി
ജെയിംസ് ഒക്കെ കളിക്കുന്ന ഓഹരി വിപണിയിൽ വലിയ കുതിച്ചുകയറ്റം. ഇല്ല, ഞാൻ ഇതുവരെ ഓഹരി പോയിട്ടില്ല. ഓഹരിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അതല്ല ഓഹരിയിൽ ഇതുവരെ പോവാത്തൊരു കണ്ണൂരിൽ പി കെ ശ്രീമതി ലീഡിലേക്ക് തിരിച്ചു വന്നു. 977 വോട്ടിന്റെ ലീഡിലേക്ക് പി കെ ശ്രീമതി 50% വോട്ട് എണ്ണിക്കഴിയുമ്പോൾ പി കെ ശ്രീമതി ലീഡിലേക്ക് മടങ്ങി വന്നു. ഒരിടവേളയ്ക്ക് ശേഷം 1315 കൂടി. 1315 കൂടി. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് സൂചനയുണ്ട്. യഥാർത്ഥ ഫൈറ്റ് നടക്കുന്നത്. മലബാറിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നതിന്റെ സൂചന രഞ്ജി പണിക്കരും ഏതാണ് പറയുക? കണ്ണൂരാണോ? കണ്ണൂരാണ് ഏറ്റവും ഫൈറ്റ് നടക്കുന്നത്. എങ്ങനെ മലബാറിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ആന്റണി രാജു, കണ്ണൂർ എന്ത് പറയുന്നു? കണ്ണൂരിൽ ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ. ഉറച്ചൊരു അഭിപ്രായം പറയൂ. അല്ല, പിന്നെ കണ്ണൂരിൽ സുധാകരൻ ജയിക്കാനാ സാധ്യത. സാധ്യതയാണോ? അല്ല, സാധ്യത. അല്ല, ആന്റണി രാജു, താങ്കളുടെ പാർട്ടിയിലെ സമ്മതിദായ നേതാവായിട്ടുള്ള പി സി ജോർജ് 11 സീറ്റ് LDF കൊടുത്തിട്ടുണ്ട്. അത് പി സി ജോർജിന്റെ വ്യക്തിപരമായ അഭിപ്രായം. ആന്റണി രാജു അതിലും കൂടുതലാണോ കൊടുക്കുന്നത്? LDF അല്ലല്ല, UDF അതിൽ കൂടുതൽ കൊടുക്കുന്നത്. ആദ്യം കൊടുക്കുന്നത് തിരുവനന്തപുരം 6 പട്ടികയിലാണ് പെടുത്തിക്കുന്നത്. തിരുവനന്തപുരം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് BJPക്ക് സാധ്യത 34% വേണമെങ്കിൽ നോക്കാം. ക്വിക്കായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്ക്, കാസർഗോഡ് 5%. അതിനു മുമ്പ് മൊത്തം നോക്കിയാൽ 10-9-1 തന്നെയാണ് ഇപ്പോഴും. UDF 10, LDF 9, BJP 1 എന്ന നിലയ്ക്ക് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളുടെ ഡിവിഷൻ ലീഡ് നില ആ വിധത്തിലാണ് പോകുന്നത്. ഒപ്പം തന്നെ മണ്ഡലങ്ങളുടെ സ്ഥിതി 20,000 കടന്നു. പി കരുണാകരന്റെ ലീഡ് തുടരുന്നു. പി കെ ശ്രീമതി 801 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഷംസീർ 4207 ലീഡ് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു. വയനാട്ടിൽ മുൻപ് സൂചിപ്പിച്ച മണ്ഡലത്തിൽ MA ഷാനവാസിന്റെ ലീഡ് 2328. MK രാഘവന്റെ ലീഡ് 10,000 കടന്നിരിക്കുന്നു. 10,660 കോഴിക്കോട്ടെ ലീഡ്. MP രാജേഷ് പാലക്കാട്ട് 7732 ലീഡ് ചെയ്യുന്നു. PK ബിജു ആലത്തൂരിൽ 13,121 ലീഡ് ചെയ്യുന്നു. പി കരുണാകരൻ്റെതാണ് 20,385 വോട്ടുകൾക്ക് ലീഡ്. അത് 20,408 ഉയർന്നിട്ടുണ്ട്.